എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ബിഷപ്പ് ഹൌസിൽ വിമത വൈദികർ പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം തുടരുന്നതിനിടെയാണ് വിശ്വാസികൾ ഏറ്റുമുട്ടിയത്. പ്രതിഷേധ പ്രാർത്ഥന നടത്തിയ വൈദികർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സിറോ മലബാർ സഭ സിനഡ് തീരുമാനിച്ചു. വിമത വൈദികരുടെ നേതൃത്വത്തിൽ ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് വൈദികരുടെയും അൽമായ മുന്നേറ്റത്തിന്റെയും തീരുമാനം. സ്ഥലത്ത് സംഘർഷാവസ്ഥയും നിലനിൽക്കുന്നു. ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. കുർബാന തർക്കത്തിന് പരിഹാരമില്ലേ? സഭ അടിച്ചുപിരിയുമോ? നമുക്കൊപ്പം ഈ ചർച്ചയിൽ ശ്രീ റിജു കാഞ്ഞൂക്കാരൻ, അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിനിധി, ശ്രീ ജോമോൻ ആരക്കുഴ, സഭാ അനുകൂലി, മർത്തോമ നസ്രാണി സംഘം പ്രതിനിധി കൂടിയാണ് അദ്ദേഹം, ശ്രീ ജോർജ് പൊടിപ്പാറ, നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ റിജു നമുക്കൊപ്പമുണ്ടോ? റിജുവിലേക്ക് വരാം. ഇപ്പോൾ ജോമോൻ ആരക്കുഴയാണ് നമുക്കൊപ്പം ആദ്യം ചേരുന്നത്. ശ്രീ ജോമോൻ ആരക്കുഴ, പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്കമാണ്. നമുക്കറിയാം അത് പരിഹാരമുണ്ടാകും എന്ന ഘട്ടം വരെ എത്തി. പിന്നീട് അവിടെ നിന്ന് വീണ്ടും സംഘർഷങ്ങളിലേക്കും വലിയ റിഫ്റ്റിലേക്കുമൊക്കെ നീങ്ങിയ സാഹചര്യം ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനിടയായ സാഹചര്യം എന്താണ്? നമസ്കാരം. നമ്മുടെ ഒരു ചർച്ചയുടെ തലക്കെട്ട് തന്നെ സഭ അടിച്ച് പിരിയുമോ എന്നുള്ളതാണ്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആദ്യമേ എന്നോട് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു തർക്കം സിറോ മലബാർ സഭയിൽ ആരംഭിച്ചിട്ട് നൂറ്റാണ്ടുകൾ ആയി. 1800 കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് സിറോ മലബാർ സഭയിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ അധപ്പതനം ആരംഭിച്ചത്. അതിൻ്റെ ചരിത്രപരമായ വസ്തുതകളോ പശ്ചാത്തലങ്ങളോ ഇവിടെ ആരും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇന്ന് എറണാകുളത്തെ വിമത വൈദികർക്ക് പോലും അതിൻ്റെ പശ്ചാത്തലം അറിയില്ല. അതറിയാവുന്ന ഒരു വൈദികർ പോലും ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയത. അവർക്ക് ആകെ അറിയാവുന്നത്, അവർക്കൊരു 60 വർഷമായിട്ട് അവർ ജനങ്ങളുടെ നേരെ നോക്കി അവർ കുർബാന അർപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു സഭയുടെ പാരമ്പര്യമോ പൈതൃകമോ സിറോ മലബാർ സഭയുടെ പശ്ചാത്തലങ്ങളോ ഒരു ക്രിസ്ത്യാനിറ്റിയോ അതിൻ്റെ ആത്മീയതയോ അതിൻ്റെ അടിത്തറയോ ഒന്നും അറിയാത്ത, പഠിക്കാത്ത ഒരു വൈദികരായതുകൊണ്ടാണ് എറണാകുളത്ത് ഇന്ന് ഈ പ്രതിസന്ധി ഇത്രമാത്രം രൂക്ഷമാകാനായിട്ട് കാരണം. സഭ പിരിയുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയും, സഭ പിരിഞ്ഞു കഴിഞ്ഞു. കാരണം സഭ എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടാണോ, കുറേ കെട്ടിടങ്ങളാണോ, അതോ ആത്മീയതയുടെ ബലമുള്ള അടിത്തറയുള്ള ക്രിസ്തുവിന്മേൽ പണിയപ്പെട്ട? നമുക്കറിയാം, സിറോ മലബാർ സഭ കത്തോലിക്ക സഭയിൽ 24 സഭകളിൽ ഏറ്റവും കൂടുതൽ ചരിത്രപരമായി ക്രിസ്തുവിൻ്റെ മരണത്തോടെ, അല്ലെങ്കിൽ ക്രിസ്തു കുർബാന സ്ഥാപിച്ച ശിഷ്യന്മാരെ പറഞ്ഞയച്ചതോടെ, സഭ സ്ഥാപിക്കപ്പെട്ടതോടെ ക്രിസ്തു ശിഷ്യരിൽ പ്രധാനികളായിരുന്ന ഒരാൾ സ്ഥാപിച്ച സഭയാണ് സിറോ മലബാർ സഭ. ഇത്രമാത്രം അടിത്തറയുള്ള 2000 വർഷം ഒരു ചരിത്രപരമായിട്ടുള്ള ബലമുള്ള ഒരു സഭ കത്തോലിക്ക സഭയിൽ വേറെയില്ല. അപ്പോൾ ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു അടിത്തറയിൽ പണിതപ്പെട്ട ഒരു സഭ, അത് നിലനിൽക്കുന്നത് അതിൻ്റെ ആരാധനാക്രമത്തിലും അതിൻ്റെ ആത്മീയതയിലുമാണ്. പക്ഷേ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അതിൻ്റെ അടിത്തറയില്ല, അതിൻ്റെ ആത്മീയത, ഇത് രണ്ടും, അതിൻ്റെ ആരാധനാക്രമവും അടിത്തറയും അതിൻ്റെ ആത്മീയതയും എറണാകുളത്തെ ഈ പറയുന്ന വിമത വൈദികർ അത് നശിപ്പിച്ചു. കത്തോലിക്ക സഭയിലെ ലോകത്താകമാറെ നിറഞ്ഞു നിൽക്കുന്ന വൈദിക സമൂഹം, പിതാക്കന്മാർ, ബിഷപ്പുമാർ, കർദിനാളുമാർ, ഈ എറണാകുളത്തെ വിമത വൈദികർ 350 പേര് കാരണം ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് ഞാൻ അച്ഛനാണ്, ഞാൻ വൈദികനാണ്, ഞാൻ പുരോഹിതനാണ് എന്ന് പറയാൻ സാധിക്കുമോ? എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാവുന്ന പല വൈദികർ പോലും ഇന്ന് പുറത്തിറങ്ങുന്നത് പാൻറ്റും ഷർട്ടും ഇട്ട, ലോഹ ധരിക്കാറില്ല. എറണാകുളത്തെ വൈദികർ പോലും, അല്ലെ എറണാകുളത്തെ മറ്റ് കോൺഗ്രിഗേഷനുള്ള വൈദികർ പോലും ലോഹ ധരിക്കാതെ പുറത്തു നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? ആ ഒരു അവസ്ഥയിലേക്ക് എത്തിവെച്ചത് ആരാണ്? അപ്പോൾ യഥാർത്ഥത്തിൽ സഭ, എറണാകുളത്തെ സഭ എന്ന് പറയുന്നത്, സിറോ മലബാർ സഭ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർ പിളർത്തി കഴിഞ്ഞു. ഇനി ഈ പിളർന്ന സഭയെ ഒന്നുകൂടി നവീകരിച്ച് പുഴുക്കുത്തുകളെ മാറ്റി, അതിനകത്ത് വൈദികർ മാറി നിൽക്കണം. അൽമായ മുന്നേറ്റക്കാർ
ഈ പറയുന്ന അൽമായരായ സഭയെ ധിക്കരിക്കാനായി ഈ വൈദികർക്ക് കുടപിടിച്ചവർ അവർ സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടവരാണെങ്കിൽ അവർ മാറി നിൽക്കണം. അങ്ങനെ 1 എന്ന് മുതൽ ഇനി സീറോ മലബാർ സഭ ആത്മീയതയിൽ യഥാർത്ഥത്തിലുള്ള അടിത്തറയോട് ചേർന്ന് പണിയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചാൽ എറണാകുളത്തെ വിമത വൈദികർ മാത്രമാണ്. കാരണം അവർക്ക് സീറോ മലബാർ സഭയിലെ 35 രൂപതകളോട് ചേർന്ന് നിൽക്കാൻ, സീറോ മലബാർ സഭ എന്ന് പറയുന്ന തായ് തണ്ടിനോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് സാധ്യമല്ല. അവർ വ്യക്തമായിട്ട് പല സമയത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്, വൈദികർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി കുടപിടിക്കുന്ന അല്ലെങ്കിൽ ഗുണ്ടായിസ് നടത്തുന്ന അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന, ഇവിടെ ആദ്യം ഒരു സുഹൃത്തിന്റെ പേര് പറഞ്ഞു, റിജു കാഞ്ഞൂക്കാരൻ, ഷൈജു വാനണി, ഇവരൊക്കെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ട് അവർ സീറോ മലബാർ സഭയുടെ ഭാഗമല്ല. അവർക്ക് എറണാകുളത്തിന് മാത്രമായിട്ട് നിൽക്കണം. അവർക്ക് എറണാകുളത്തിന് മാത്രമായിട്ട് നിൽക്കണമെങ്കിൽ അവർ പലവട്ടം പല ഭാഷ്യം അവർ രൂപപ്പെടുത്തി ഞങ്ങൾ ഈ സഭ വിട്ടുപോകുന്നു, ഞങ്ങൾക്കിത് വേണ്ട, പുതിയ സഭയുണ്ടാക്കും. എന്താ ഉണ്ടാക്കാത്തത്? എന്തിനാ പിന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ആരെ ബുദ്ധിമുട്ടിക്കാനാണ് കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ഈ വിശ്വാസികളുടെ കയ്യിൽ വീണ്ടും വീണ്ടും ഈ ഉതപ്പ് കൊടുക്കാനായിട്ട്, കർത്താവിനെ ഇങ്ങനെയുള്ള താങ്കളുടെ പരാമർശങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടത് ഈ അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിനിധി റിജു കാഞ്ഞൂക്കാരനാണ് നമ്മളുടെ ഈ ചർച്ചയിൽ. അദ്ദേഹം അല്പസമയത്തിനകം നമ്മുടെ ചർച്ചയിൽ ജോയിൻ ചെയ്യും. ഇപ്പോൾ അവർ എന്താണ് പറയുന്നത്? വിമത വൈദികർ എന്താണ് പറയുന്നത്? ഏകപക്ഷീയമായ തീരുമാനമുണ്ടാകുന്നു. അത് കാനൂൻ നിയമത്തെ മുൻനിർത്തിയുള്ളതല്ല, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ മുൻനിർത്തിയുള്ളതല്ല, അല്ലാണ്ടുള്ള ഏകപക്ഷീയമായ നിലപാടുണ്ടാകുന്നു എന്നതാണ്. താങ്കൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സംസാരിക്കുമ്പോൾ പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി അവർ, സഭ പിളർത്തിയതിന്റെ എല്ലാ ഉത്തരവാദിത്വവും അവർ പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് തന്നെയല്ലേ ഈ പ്രശ്നം ഇത്രമേൽ രൂക്ഷമാക്കുന്നത്? വിശ്വാസികൾ തമ്മിൽ ഈ നിലയിൽ റോഡിൽ, നടു റോഡിൽ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ഈ രീതിയിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിനും ഇടയാക്കിയിരിക്കുന്നത്. ഒരിക്കലുമല്ല, ഞാൻ പറയാം. അതായത് ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദികൾ ഈ പറയുന്ന വൈദികരാണ് എന്ന് ഞാൻ പറയുമ്പോഴും ഒരു കാര്യം, ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. സീറോ മലബാർ സഭ എന്ന് പറയുന്നതും സീറോ മലബാർ സഭയിലെ വൈദികർ എന്ന് പറയുന്നതും ഇവർ ഏതെങ്കിലും ഒരു രൂപതയുടെ മാത്രം കീഴിൽ വരുന്നതല്ല. സീറോ മലബാർ സഭ ഒരു ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ്. ഇത് പെന്തക്കോസ്ത് സഭയല്ല. നമ്മളെന്താ മനസ്സിലാക്കാത്തത്? ഇവിടെ ഇന്ന് പലർക്കും അറിയത്തില്ല സീറോ മലബാർ. ഓഡിയോയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ പറയുന്നത് ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഞാൻ ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ജോമോൻ വീണ്ടും ലഭ്യമാണ്. ജോമോന് വീണ്ടും ലഭ്യമാണ്. ജോമോന് കേൾക്കാമോ? അതായത് തുടർന്നോളൂ, കംപ്ലീറ്റ് ചെയ്തോളൂ. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് എറണാകുളത്തെ വൈദികർക്കും എറണാകുളത്തെ ഈ വിമത വൈദികരുടെ കൂടെ നിൽക്കുന്ന അൽമായർക്കും അവർക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സീറോ മലബാർ സഭ എന്താണെന്ന് അറിയില്ല. അവരുടെ ധാരണ എപ്പോഴും ഇതൊരു പെന്തക്കോസ്റ്റൽ സഭയാണ്, ഇത് സീറോ മലബാർ സഭയാണ്, ഇതൊരു ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ് എന്നവർക്കറിയില്ല. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് സിനഡാണെന്നും അതിന് മുകളിലേക്ക് പൗരസ്ത്യ തിരുസംഘമുണ്ടെന്നും അത് മാർപ്പാപ്പയുടെ കീഴിലാണെന്നും ഇവർക്കറിയില്ല. അതുകൊണ്ടാണല്ലോ ഇവർ പറഞ്ഞത് മാർപ്പാപ്പ പറഞ്ഞാലും ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്ന് എറണാകുളത്തെ ഈ വിമത വൈദികർ പറയാൻ കാരണം എന്താ? ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. റിജു കാഞ്ഞൂക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റിജു, താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മളുടെ ഈ ചർച്ച, അതിന്റെ തലക്കെട്ട് സഭ അടിച്ചു പിരിയുമോ എന്നതായിരുന്നു. ഇപ്പോൾ ആദ്യം പ്രാഥമികമായി ഞാൻ ഒരു പ്രതികരണം, എങ്ങനെ ഈ ഒരു തർക്കത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തി എന്ന് ജോമോൻ ആരക്കുഴയോട് ചോദിക്കുകയായിരുന്നു സഭാനുകൂലി. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഈ സഭ ഇതിനോടകം പിളർന്നു കഴിഞ്ഞിരിക്കുന്നു, അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഈ സഭ പിളർത്തിയത് നിങ്ങളാണ്, നിങ്ങൾ ഇതിന്റെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ്. ആ പറഞ്ഞ നിങ്ങൾ പിന്നീട് എന്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു എന്നതാണ് ചോദിച്ചത്. ജോമോൻ ആരാണ്? ജോമോൻ എറണാകുളം ഔദ്യോഗികക്കാരനാണോ, അല്ലെങ്കിൽ ഈ സീറോ മലബാർ സഭയുടെ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളാണോ? സഭാനുകൂലിയാണ്, നസ്രാണി സംഘം പ്രതിനിധിയാണ്.
ആ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി ഇരുന്ന് പറയുന്നു ഞാൻ അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നു. എറണാകുളം അതിരൂപതയിൽ ഇപ്പൊ എന്താണ് സംഭവം? ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? അത് മനസ്സിലാക്കിയിട്ടുള്ള സഭാ നേതൃത്വം അതിനനുസരിച്ച് പെരുമാറുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഞങ്ങളുടെ നിലപാട് ഒരു സമയത്തും മാറ്റി പറയുകയോ കൂട്ടി പറയുകയോ ചെയ്തിട്ടില്ല. എറണാകുളം അങ്കമാലി അതിരൂപത പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്ന ഈ ആരാധനക്രമം ഇത് മാർപ്പാപ്പ അംഗീകരിച്ചു വന്ന ടെക്സ്റ്റ് ആണ്. ഈ അംഗീകരിച്ചു വരുന്ന ടെക്സ്റ്റ് ഞങ്ങൾ അതേ ടെക്സ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ ടെക്സ്റ്റിൽ 7ാമത്തെ പൊതുനിർദ്ദേശമായി വൈദികന്റെ ശരീരഭാഷയെ കുറിക്കുന്ന റൂബ്രിക്സ് അത് ഇവിടെ വന്നതിന് ശേഷം സിനഡ് കൂട്ടിച്ചേർത്തതാണ്. അത് കൃത്യമായി സിനഡ് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്, സിനഡ് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ കൂട്ടിച്ചേർത്തതാണ്. ആ കൂട്ടിച്ചേർത്ത ഭാഗം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതായത് നിലവിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് നീതിപൂർവമായ മാർപ്പാപ്പ അംഗീകരിച്ച വാലിഡ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ കുർബാന നടക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇവർ കൂട്ടിച്ചേർത്ത സാധനമാണ്. അതിന്റെ കൃത്യമായി അതിന്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, ഇവിടെ വന്ന് അംഗീകരിച്ചാൽ അതിൽ തിരുത്തൊന്നും ഇല്ല എങ്കിൽ ഉടൻ നടപ്പാക്കണം, തിരുത്തുണ്ട് എങ്കിൽ വീണ്ടും അംഗീകാരത്തിന് സമർപ്പിച്ച് അംഗീകാരം വാങ്ങിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, കാനൻ ലോ പ്രകാരം ഫിസിക്കലി കൂടാത്ത ഒരു സിനഡ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതും നിയമവിരുദ്ധമായി കൂടിയ സിനഡ് നിയമവിരുദ്ധമായി കൂട്ടിച്ചേർത്ത 7ാമത്തെ പൊതുനിർദ്ദേശം വൈദികന്റെ റൂബ്രിക്സിനെ സംബന്ധിക്കുന്ന പൊതുനിർദ്ദേശം കൂട്ടിച്ചേർത്ത് നടപ്പാക്കാൻ ശ്രമിച്ചതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാടെന്താണ്? സീറോ മലബാർ സഭയുടെ മൊത്തത്തിലുള്ള നിലപാടിന് വിരുദ്ധമാകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ 490 വൈദികരിൽ 475 വൈദികരും ഒരേ നിലപാടുമായി നിൽക്കുന്നു. ഇവിടെ 328 ഇടവകളാണുള്ളത്. അതിൽ 321 ഇടവകളും ഒരേ നിലപാടുമായി നിൽക്കുകയാണ്. അതായത് 99% വൈദികരും 99% വിശ്വാസികളുടെ നിലപാട് അത് തന്നെയാണ്. അത് ഞങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഓരോ ഇടവക തിരിച്ച് കൃത്യമായി സഭാ നേതൃത്വത്തെയും ഓറിയന്റൽ കോൺഗ്രസിന് വത്തിക്കാനെയും ധരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബിഷപ്സ് കമ്മീഷനുമായി നടത്തിയ ചർച്ചകളിലൊക്കെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് മുന്നോട്ട് വെച്ച് ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതാണ്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനമെടുത്ത് ഞങ്ങളെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ല എങ്കിൽ ഞങ്ങളുടെ പാടിന് വിടാൻ സിനഡ് തീരുമാനിച്ചാൽ വിഷയം തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് പുറത്താക്കും ഞങ്ങൾ ഇവിടെ അത് കയറിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. അതായത് ഞങ്ങളുടെ നിലപാടിനോടൊപ്പം സീറോ മലബാർ സിനഡിന് ഞങ്ങൾക്ക് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. അതായത് സീറോ മലബാർ സഭയിലെ തന്നെ ഒരു രൂപതയാണ് കോട്ടയം അതിരൂപത. ആങ്കർക്ക് മനസ്സിലാവുന്നറിയില്ല. കോട്ടയം അതിരൂപത കനാനായ രൂപതയാണ്. ആ രൂപതയിൽ നിലക്കുന്ന പല കാര്യങ്ങളും സഭയുടെ ചട്ടങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമാണ്. അതായത് കോട്ടയം രൂപതയിലെ ഒരു പുരുഷൻ ചങ്ങനാശ്ശേരി രൂപതയിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവൻ ആ രൂപതയിൽ നിന്ന് പുറത്താണ്. അതായത് അയിത്തം പോലത്തെ ഒരു പരിപാടി ഇപ്പോഴും നിലനിൽക്കുന്നു അവിടെ തന്നെ. യാക്കോബായ സഭയിൽ നിന്ന് അങ്ങോട്ട് ചേർന്ന 1000 വീട്ടുകാർ, വെറും 1060ഓളം വീട്ടുകാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു തക്സ നിലവിലുണ്ട്, ഒരു ആരാധനക്രമം നിലവിലുണ്ട്. അവർക്ക് വേണ്ടി മാത്രം 1000 വീട്ടുകാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മെത്രാനുണ്ട്, മാർ അപ്രൈം എന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ വേണമെങ്കിൽ കത്തോലിക്ക സഭയില് മലബാർ സഭയില് ഓരോ മതത്തിലും ആ രീതിയിൽ പരിഷ്കാരങ്ങൾ വേണ്ടുന്ന കാലാനുസൃതമായ മാറ്റങ്ങൾ വേണ്ടുന്നത് തന്നെയാണ്. അതിന്റെ പൗരോഹിത്യ സമൂഹം ആലോചിച്ച് വിശ്വാസികളെ കൂടി കണക്കിലെടുത്ത് ആ മാറ്റങ്ങളിലേക്ക് പോകണം എന്നതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള തർക്കം പതിറ്റാണ്ടുകളായി നിലവിലുള്ളതാണല്ലോ. അതിനുശേഷം ഏകീകൃത കുർബാനയിലേക്ക് പോകണം എന്ന തീരുമാനം ഉണ്ടാകുന്നു. ഞാൻ പറയട്ടെ, അതിൽ സിനഡിൽ തീരുമാനമുണ്ടാകുന്നു. അതിനുശേഷം മുകളിലോട്ട് ഓരോ ഘടകങ്ങളിലും ആ തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുന്നു. അവസാനം വത്തിക്കാനിൽ നിന്ന് വരെ നിർദ്ദേശം ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നാകുമ്പോൾ അത് അനുസരിക്കാതെ എങ്ങനെ ഈ സഭാ ചട്ടക്കൂടിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും? ഞാൻ അതിനുള്ള മറുപടിയല്ല പറയുന്നത്. എന്തുകൊണ്ട് വത്തിക്കാൻ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് പറയുന്നു? വത്തിക്കാൻ അംഗീകരിച്ച ടെക്സ്റ്റ് എറണാകുളം അതിരൂപത ഫോളോ ചെയ്യുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന റൂബ്രിക്സ് ഒരു ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യം, ആ കാര്യം ഇവർ കൂട്ടിച്ചേർത്തതാണ്. അവർ എന്തുകൊണ്ട് അത് വത്തിക്കാനെ മുൻപിൽ വീണ്ടും കൊണ്ടുപോയി വെച്ച് അംഗീകാരം വാങ്ങിയില്ല? അപ്പോൾ ഇവർക്കറിയാം അത് വീണ്ടും പോയാൽ അംഗീകാരം ലഭിക്കില്ല എന്ന് ഇവർക്കറിയാം.
അതുകൊണ്ട് അത് അംഗീകരിക്കാതെ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇവരത് ഫോളോ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അതിന് വിരോധമില്ല. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപത അത് ഫോളോ ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ട് എറണാകുളം അതിരൂപതയ്ക്ക് വേണമെങ്കിൽ ഇത് ലിറ്റർജിക്കൽ വേരിയന്റായി നിലനിർത്തിക്കൊണ്ട്, ലിറ്റർജിക്കൽ ആരാധനക്രമമായി നിലനിർത്തിക്കൊണ്ട് ഞങ്ങളെ കൂടി കൂട്ടി സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ 1,20,000 വീട്ടുകാരുണ്ട്. 1000 വീട്ടുകാർക്ക് വേണ്ടി ഒരു ആരാധനക്രമം അംഗീകരിക്കാൻ സീറോ മലബാർ സിനഡിന് സാധിക്കുമെങ്കിൽ, 1000 വീട്ടുകാർക്ക് വേണ്ടി ഒരു മെത്രാനെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, 6.5 ലക്ഷം വിശ്വാസികളാണ്. ഈ 35 രൂപത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കണക്കിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. 35 രൂപതയിലെ 22 രൂപത ചേർന്നാൽ വരുന്ന ജനസംഖ്യ 6.5 ലക്ഷമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം 6.5 ലക്ഷം പേരുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത 22 രൂപതയ്ക്ക് തുല്യമാണ്. അത്രയ്ക്ക് വലിപ്പവും അത്രയ്ക്ക് ജനസംഖ്യ അനുപാതമായ ഇടവകകളും വൈദികരും വിശ്വാസികളും സന്യാസികളും ഉള്ള ഇടവകയാണ്, സ്ഥാപനങ്ങളും സ്കൂൾ. ഇവിടെ അധിനിവേശം നടത്താൻ ശ്രമിച്ചാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ അതിനെയാണ് എതിർക്കുന്നത്. ഈ ചങ്ങനാശ്ശേരി രൂപത, ഇത് ചങ്ങനാശ്ശേരിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവര് ഭൂരിപക്ഷം പേരും സഭാനുകൂലികൾ എന്ന് പറഞ്ഞു വരുന്നവർ. ഈ ചങ്ങനാശ്ശേരി രൂപത രൂപം കൊണ്ടിട്ട് 125-ലധികം വർഷമായി, 130ഓളം വർഷമായി. ഈ 130 വർഷത്തിനിടയ്ക്ക് ഇന്നേ വരെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മറ്റു രൂപതയിൽ നിന്ന് മെത്രാനുണ്ടായിട്ടില്ല. എറണാകുളം അതിരൂപത കാലങ്ങളായി മറ്റു രൂപതയിലെ മെത്രാന്മാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഭരിക്കുന്നതിന് കുഴപ്പമില്ല, അവർ എറണാകുളം അതിരൂപതയുടെ സ്വന്തം പിതാവായി മാറുന്നില്ല, സ്വന്തം രൂപത മെത്രാനായി മാറുന്നില്ല. ഇവിടുത്തെ വിശ്വാസികൾക്കും വൈദികർക്കും ഞങ്ങളുടെ മെത്രാൻ എന്ന് തോന്നൽ ഉളവാക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അവർ എറണാകുളം അതിരൂപതയുടെ മെത്രാനായി തുടർന്നാൽ ഞങ്ങളുടെ ശരി, അധിനിവേശം അംഗീകരിക്കാനാകില്ല എന്നതാണ് ശ്രീ റിജു കാഞ്ഞുകാരൻ സൂചിപ്പിക്കുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ തർക്കം ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നോക്കൂ, ഈ വിമത വൈദികർക്കെതിരെ നടപടിയെടുക്കാൻ ഉൾപ്പെടെ വത്തിക്കാന്റെ നിർദ്ദേശമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം റിപ്പോർട്ടുകൾ വന്നതാണ്. പക്ഷേ ഇപ്പോഴും അത് മാർപ്പാപ്പയുടെ നിർദ്ദേശമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അൽമായ മുന്നേറ്റക്കാർ. അത് ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന ഒരു തീരുമാനം പൗരോഹിത്യ സമൂഹം എടുക്കുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും വിശ്വാസികൾ പരസ്പരം തെരുവിൽ ഏറ്റുമുട്ടുന്ന ഈ സാഹചര്യം മുന്നോട്ട് എത്ര നാൾ പോകും? അതെവിടെ ചെന്ന് നിൽക്കും? നിർഭാഗ്യകരമായ അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ എന്ന് കേരളത്തിലെ കത്തോലിക്ക സഭാ വിശ്വാസികൾ മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ പറഞ്ഞ ആ അരമനയിൽ മദ്രാസ് അവിടെ നമ്മൾ കണ്ട കാഴ്ച, രണ്ട് വിഭാഗങ്ങളും പരസ്പരം കൈ കിട്ടുന്നത് എല്ലാം ഉപയോഗിച്ച് ഏറ്റുമുട്ടുന്നു. അവരുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു വൈദികൻ ഏറ്റുമുട്ടൽ നടക്കുന്ന മുഴുവൻ സമയവും അദ്ദേഹം ഫോണിൽ തന്നെ ആയിരുന്നു. അത് ഫോണിലായിരുന്നു അഭിനയിച്ചതാണെന്ന് എനിക്കറിയില്ല. ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും നടത്താതെ അദ്ദേഹം, ഞാൻ ഈ നാട്ടുകാരനെ അല്ല, ഞാൻ ഇതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല എന്ന മട്ടില് ഒരു ഇടപെടലും നടത്താതെ ആ കാര്യമാണ്. അപ്പൊ ഫലത്തിൽ ഇത്തരം ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും യഥാർത്ഥ വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോ പ്രശ്നം എന്താണ്? ഒരൊറ്റ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അതായത് ജനാഭിമുഖ കുർബാന വേണോ അതോ ആൾക്കാരാഭിമുഖ ശുശ്രൂഷ കുർബാന ആരാധക്രമത്തിലെ ഒരു തർക്കമാണ് ഇപ്പൊ ഇതിന്റെ വിസിബിൾ ആയിട്ടുള്ള വിഷയം. വേറെ ചില പ്രശ്നങ്ങളൊക്കെ കാലങ്ങളായിട്ട് ഇതിനകത്ത് അനുഭവിച്ചിട്ടുള്ളതാണ്. സിറിയൻ പാരമ്പര്യം വേണോ അല്ലെങ്കിൽ അത് അതേ വഴി പകരണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഈ സീറോ എന്ന് പറയുന്ന ആ സിറിയൻ പാരമ്പര്യത്തെ, അതായത് തോമാസ് ലീഹയുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിലൊരു ശകലം പോലും വെള്ളം ചേർക്കാൻ തയ്യാറല്ല, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ദുശാഠ്യങ്ങൾ അല്ലെങ്കിൽ ശാഠ്യങ്ങൾ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി, അതൊരു വലിയ വിഭാഗം ഈ എന്താ പറയാ, മുമ്പൊക്കെ അതിനെ എതിർക്കാൻ എറണാകുളം അങ്കമാലി രൂപത മാത്രമായിരുന്നില്ല, വേറെയും പല രൂപതകളും പല മെത്രാന്മാരും അതിനൊക്കെ എതിരായിട്ട് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോ ഇതിനെ എതിർക്കാൻ ഈ കുർബാന ജനാഭിമുഖ കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുർബാന രീതിയാണ്, ഒരു ആരാധന ക്രമമാണത്. ഇന്നലെയോ ഇന്നോ അല്ലെങ്കിൽ മിനിഞ്ഞാന്നോ വന്നൊരു സംഭവമല്ല. വർഷങ്ങളോളം കേരളത്തിലെ എല്ലാ രൂപതകളിലും ഭൂരിപക്ഷം രൂപതകളിൽ ജനാഭിമുഖ കുർബാന നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും മാർപ്പാപ്പ അടക്കം
മാർപ്പാപ്പ അതെ, ഉൾപ്പെടെ. ഇപ്പോഴും ലത്തീൻ, അതായത് 96% വരുന്ന ലത്തീൻ കത്തോലിക്ക സഭ, അതായത് മൊത്തം ആഗോള കത്തോലിക്ക സഭയുടെ ഏതാണ്ട് 96% ലത്തീൻ വിഭാഗത്തിൽ പെടുന്നവരാണ്. ആ ലത്തീൻ വിഭാഗം ഇപ്പോഴും ജനാഭിമുഖ കുർബാന തന്നെയാണ് നടത്തുന്നത്. അപ്പോ ഇത് കൊള്ളാത്തൊരു ഏർപ്പാടൊന്നുമല്ല. ഇതിനു മുമ്പ് അങ്ങനെ കുർബാന അർപ്പിച്ചിട്ട് വിശ്വാസികൾക്ക് എന്തെങ്കിലും എന്താ പറയാ, അവരാഗ്രഹിക്കുന്ന ആ ഒരു എന്താ പറയാ, മാനസികമായിട്ടുള്ള സംതൃപ്തിയോ ആത്മീയമായിട്ടുള്ള ചാരിതാർത്ഥ്യമോ കിട്ടിയിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. ഞാനും എത്രയോ വർഷങ്ങളോളം ഈ ജനാധിപത്യ കുർബാനയൊക്കെ കാണിച്ചിട്ടുള്ള ആളാണ്. ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷ ഇടവകളിലെ ലക്ഷക്കണക്കിന് ഇടവകൾ ഈ ജനാധിപത്യ കുർബാന ഉൾക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്, അത് അംഗീകരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ, ഇത്രത്തോളം വാശി പിടിക്കാൻ തക്ക ഒരു ഗൗരവമുള്ള വിഷയമാണ് ഇത്. ഇപ്പോ പുതിയ കുർബാന ഏതാണ്ട് പകുതിയുള്ള സമയം ജനാഭിമുഖം തന്നെയാണ്. തുടക്കവും ഒടുക്കവും ഒക്കെ ജനാഭിമുഖമായിട്ട് തന്നെയാണ്. അതിന്റെ മധ്യഭാഗത്തുള്ള ചില പ്രധാന ഭാഗങ്ങളാണ് ആൾത്താരാഭിമുഖമായിട്ടുള്ളത്. ഇത് മാത്രമാണോ ഇതിന്റെ അടിയിൽ കിടക്കുന്ന കാര്യം എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നും. അതായത് കുർബാന എന്ന് പറയുന്നത് ഒരു ദിവ്യമായ തിരുക്കർമ്മമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഇഴചേരലാണ്. അപ്പൊ പ്രാർത്ഥനയുടെ, അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിറ്റി അനുസരിച്ച് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് പൊറുതിയും അതുപോലെ തന്നെ ക്ഷമയും സഹിഷ്ണുതയും ഉൾക്കൊള്ളലുമാണ്. ഇവിടെ ഏതെങ്കിലും വിഭാഗം, ഈ കത്തോലിക്ക സഭയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു കേന്ദ്രീകൃത ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. മറ്റ് കേരളത്തിലെ ക്രൈസ്തവ സഭകളായിട്ട് നോക്കുമ്പോൾ അവിടെ കുറെ കൂടി ജനാധിപത്യപരമായ ഇടവകാംഗങ്ങൾക്ക്, ഇടവകയിൽ ആരാണോ ഭരിക്കുന്നത്, പൊതുയോഗത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. വൈദികരെന്ന് പറയുന്നത് അവരുടെ ഒരു എന്താ പറയാ, അവർക്ക് വേണ്ടി ആത്മീയ കാര്യം നിർവഹിക്കുന്ന ഒരാളാണ്, അവസാനമാക്കാൻ. മാത്രമല്ല, പള്ളി എന്നൊക്കെ പറയുന്നത് മെത്രാന്റെ പേരിലല്ല, മറിച്ച് ആ പള്ളി നിർമ്മിച്ചിരിക്കുന്ന ഇടവകയ്ക്ക് അവകാശപ്പെട്ടതാണ് പള്ളി. പക്ഷെ കത്തോലിക്ക സഭയിലാവട്ടെ ഇതൊക്കെ നേരെ തിരിച്ചാണ്. എല്ലാം സഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഓരോ പള്ളിയും അതാത് രൂപതാധ്യക്ഷന്റെ പേരിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ സഭയുടെ പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ ഇവിടെ അതെല്ലാം ഇവിടെ വലിയ പ്രശ്നമായി വരും. ഇപ്പൊ റിജു പറഞ്ഞൊരു കാര്യം വളരെ ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഒരു മാറ്റവും, ഈ 35 ഇടവകകളും ഒരേപോലെ ഈ കുർബാന അർപ്പിച്ച് തീരൂ എന്ന് വാശി പിടിച്ച് ഈ സഭ പിളർത്തണോ? ഈ 6.5 ലക്ഷത്തോളം വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ വേറൊരു ധാരയിലേക്ക്, വൈദികരെ മുഴുവൻ മകരം ചൊല്ലി ഒക്കെ അവസാനിപ്പിക്കാൻ പറ്റുമോ? മറിച്ച് ഈ പറഞ്ഞ റിജു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോട്ടയം അതിരൂപത ജ്ഞാനായ അതിരൂപതയാണ്. അത് കത്തോലിക്ക സഭയുടെ ഭാഗം തന്നെയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സിറോ മലബാർ സഭയോട് ചേർന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ വേറൊരു ആരാധനാക്രമവും മറ്റ് എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ അവരുടെ ഒരു തനിമയും അവരുടെ ഒരു പാരമ്പര്യവും ഒക്കെ അംഗീകരിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു സെപ്പറേറ്റ് രൂപതയായിട്ട് നിലകൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇത്രത്തോളം ഈ ജനാഭിമുഖ കുർബാനയെ നെഞ്ചോട് ചേർക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ ഇങ്ങനെ വേറിട്ട് നിർത്തണോ? ആ പുലർത്തി, അല്ലെങ്കിൽ അതിന് മുഴുവൻ അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വൈദികരും മഹാഭൂരിപക്ഷം വരുന്ന അൽമായും ഈ സഭയിൽ നിന്ന് വിട്ടുപോയി മറ്റെന്തൊക്കെയോ ആയിത്തീരുന്ന ഒരവസ്ഥയാണോ? അതോ അവര് വളരെയധികം വിശ്വസിക്കുന്ന, ഉൾക്കൊള്ളുന്ന, അവരുടെ ഹൃദയമിടിപ്പ് പോലെ അവര് അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന ജനാധിപത്യ കുർബാന ഇത്രയും കാലം സഭ അംഗീകരിച്ച് സഭയിൽ മഹാഭൂരിപക്ഷവും നടത്തി വന്ന ആ കുർബാനക്രമം ഫോളോ ചെയ്ത് അവർ മുമ്പോട്ട് പോകുന്നതിന് ഇത്രത്തോളം എതിർത്ത് ഈ സഭയെ പിളർത്തണം. നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ സംസാരിച്ച ജോമൻ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ അവര് പിളർന്നു പോട്ടെ, അവരെവിടേക്കാ വേണമെങ്കിൽ പോട്ടെ, അവരെല്ലാം മഹറം ചൊല്ലി അടിച്ചു ഓടിക്കണം. ഇന്ന് കണ്ട കാഴ്ച അതാണ്. അപ്പൊ ഒരു വിട്ടുവീഴ്ചയുള്ള, യാഥാർത്ഥ്യബോധമുള്ള, ഗ്രൗണ്ട് റിയാലിറ്റികൾ മനസ്സിലാക്കിയുള്ള എല്ലാവരും കത്തോലിക്ക സഭയെ അംഗീകരിക്കുന്നു, മാർപ്പാപ്പയെ അംഗീകരിക്കുന്നു, പൗരസ്ത്യ തിരുസംഘത്തെ അംഗീകരിക്കുന്നു. പക്ഷെ അവർക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വരുന്നു. അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് കാനോനിക നിയമപ്രകാരമോ സഭ ഇതുവരെ പിന്തുടർന്നു വന്ന രീതി മുഴുവൻ പാലിക്കൊണ്ടോ അല്ല. സീനഡിലെ മഹാഭൂരിപക്ഷം വരുന്ന പിതാക്കന്മാരെ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്ത് ആ തീരുമാനം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. അതിനകത്ത് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിന് ഏതെങ്കിലും രീതിയിൽ എന്തായാലും ഏകപക്ഷീയമായിട്ട് ആർക്കും ജയിക്കാൻ പറ്റില്ല. അപ്പൊ മറിച്ച് ചിലത് അംഗീകരിച്ചും ചില കാര്യങ്ങളിൽ മറിച്ചും തീരുമാനം എടുത്തുകൊണ്ട് മാത്രമേ തീർക്കാൻ പറ്റൂ. തീർച്ചയായും അതിന് സമവായത്തിന്റെ വഴി, എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമായ വഴി ഏതാണോ അത് തിരഞ്ഞെടുക്കുക എന്നതാണ് ചെയ്യേണ്ടത് എന്നതാണ്. ശ്രീ ജോമോൻ, ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോമോൻ, ഞാൻ മറ്റതിഥികളിലേക്ക് വരാം. അതിനു മുൻപ് നമുക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേള
വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജോമോൻ, 1950 ശേഷം ജനാഭിമുഖ കുർബാന നടത്തി വരികയാണ്. അതിൽ മാറ്റമുണ്ടാകണം എന്ന നിർദ്ദേശം 99 വരുന്നുണ്ട്. പിന്നീട് 2021 അത് കർശനമായി ഏകീകൃത രീതിയിൽ തന്നെ വേണം എന്ന നിർദ്ദേശം വരുന്നുണ്ട്. നോക്കൂ, ഈ കാലയളവിലൊക്കെ ഈ രീതിയിൽ കുർബാന നടത്തി വന്നവരാണ്. അവർക്ക് ആ രീതി തന്നെ തുടർന്നു പോകണം എന്ന താല്പര്യമാണുള്ളത്. അതിൽ എത്ര പേർ ആ നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. മതം മനുഷ്യന് വേണ്ടിയാണ് എന്ന് പറയുമല്ലോ. വിശ്വാസികളെ ഒപ്പം നിർത്തി കൊണ്ടുപോകാൻ ഒരു സമവായത്തിന്റെ മാർഗമാണ് വേണ്ടത്. അവിടെ നിരവധിയായ ചർച്ചകൾ ഇതിനോടകം നടന്നു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ചിലത് വിട്ടുവീഴ്ചയ്ക്ക് വൈദികർ തയ്യാറായി. ജനാഭിമുഖ കുർബാന നടത്തണം, അത് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നവർ തയ്യാറാവുകയും അതിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്താമെന്നതിലൊരു ധാരണയാവുകയും അതിൽ റാഫേൽ തട്ടിലും ബോസ്കോ പുത്തൂറും ഒപ്പുവെക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും അത് അട്ടിമറിക്കപ്പെടുകയാണ്. അത് എന്ത് സംഭവിച്ചു എന്ന് വിശദീകരണമില്ലാതെ പോവുകയാണ്. മുകളിൽ നിന്ന് ഉത്തരവുകൾ വരികയാണ്. അപ്പോൾ എന്തിനായിരുന്നു ഈ ചർച്ച? എന്തിനായിരുന്നു സമവായം? വിശ്വാസവഞ്ചന കാണിച്ചു എന്ന ഒരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടായാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2-3 പ്രധാനപ്പെട്ട വസ്തുതകളോട് പറഞ്ഞു പോകണം. ആദ്യം തന്നെ ഞാൻ റിജു കാഞ്ഞൂക്കാരനോട് പറയാം. റിജു കാഞ്ഞൂക്കാരാ, നിങ്ങൾ വെറുതെ ആടിനെ പട്ടിയാക്കുന്ന പരിപാടി കാണിക്കരുത്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അന്ന് ഞാൻ എറണാകുളം വിട്ടുപോകും. അതുകൊണ്ട് വെറുതെ ചാനലിൽ കയറി തന്റെയും ഷൈജു വാനടയും കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ എറണാകുളം അതിരൂപതക്കാരനല്ല. ഈ 2 വർഷം മുമ്പ് വരെ എറണാകുളം അതിരൂപതക്കാരനല്ല. ഞാൻ നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ 2 വർഷമോ എന്റെ സുഹൃത്തെ എന്റെ സുഹൃത്തെ 2 വർഷവും 10 വർഷം കണക്ക് പറയണ്ട. ഞാൻ നിങ്ങൾ റൈറ്റ് നൗ സംസാരിക്കുമ്പോൾ ഞാൻ തെളിയിക്കാൻ പറ്റുമോ? നിങ്ങളെ പോലെ പുറമേ നിന്ന് വന്നു സമ്മതിക്കില്ല നാക്കെടുത്താൽ നോണ മാത്രം പറയുന്ന ഇത് തന്നെയാണ് നിങ്ങളുടെ സ്ഥിരം പരിപാടി. താങ്കൾക്ക് എറണാകുളം അതിരൂപതയിൽ എന്താണ് രൂപം? താങ്കൾ എറണാകുളം അതിരൂപതക്കാരനാണ്. ഇവിടെ പ്രശ്നം താങ്കൾക്ക് എന്തിനാണ് ഇവിടെ റൂൾ? താങ്കൾക്ക് എന്താണ് ഇവിടെ റൂള്? താങ്കളുടെ വീട് എവിടെയാണ്? താങ്കൾ ഏത് നാട്ടുകാരാണ്? താങ്കൾക്ക് എന്താണ് പറഞ്ഞു ചോദിച്ചാൽ താങ്കൾ പറയാൻ തുടങ്ങാതെ താങ്കൾ അല്ല അതിന് മറുപടി പറയുന്നേ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനായതുകൊണ്ട് എനിക്കിവിടെ റോളുണ്ട്. എനിക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ എറണാകുളം, ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനായതുകൊണ്ട് എറണാകുളത്തെ എനിക്ക് അവകാശമായി കിട്ടേണ്ട, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സഭയ്ക്ക് കിട്ടേണ്ട അവകാശം, വിശ്വാസികൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ അതിന് ഞാൻ മറുപടി പറയാം. താങ്കൾ കേൾക്കുന്നേ അല്ല, നിങ്ങളുടെ മറുപടി ആദ്യം പറയല്ല. നിങ്ങൾ ആദ്യം നിങ്ങളൊരു ഡോക്യുമെന്റ് ആയിട്ട് വാ. ഞാന് എന്റെ സുഹൃത്തെ നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ട് വാ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനല്ല എന്ന ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾ വാ. നിങ്ങൾ തെളിവുണ്ടോ? ഞാൻ മറുപടി പറയട്ടെ. താങ്കളോട് ഞാൻ മറുപടി പറയാമെന്ന്. അതായത് താങ്കൾ താമസിക്കുന്ന കാക്കനാട്, താങ്കൾ ആ പള്ളിയിൽ ഇടവക ചേർന്ന് അപേക്ഷ കൊടുത്തിട്ട് അവിടുത്തെ വികാരിയച്ഛനും പാരിഷ് കൗൺസിലും അത് തള്ളിക്കളഞ്ഞതാണ്. താങ്കൾ അതിനുശേഷം താങ്കൾക്ക് പറ്റിയ ഒരു വൈദികൻ അവിടെ വന്നപ്പോൾ പാരിഷ് കൗൺസിലോ അവിടുത്തെ പ്രതിസഭയോ അറിയാതെ രഹസ്യമായി അവിടുത്തെ ഇടവക അംഗമായി ചേരാൻ ശ്രമിച്ചു. നടന്നിട്ടുണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിനെയാണ് പിൻവാതിലൂടെ ഒരു പ്രവേശനം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പോലെയുള്ളവർ അതിനുശേഷം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് തീർത്ത് പറയുന്നത്. അത് കൃത്യമാണ് എന്ന് നിശ്ചയം. ശ്രീ ജോമോൻ, താങ്കൾ ഈ അതിരൂപതയുടെ ഭാഗമായിട്ട് എത്ര നാളായി? റിജു കാഞ്ഞൂക്കാരൻ,
ശ്രീ ജോമോൻ, താങ്കൾ ഈ അതിരൂപതയുടെ ഭാഗമായിട്ട് എത്ര നാളായി? ഞാൻ അതിരൂപതയുടെ ഭാഗമായിട്ട് 18 വർഷങ്ങളായിട്ടുണ്ട്. 18 വർഷങ്ങളായി ഒരു കാര്യം വർഷമായി അല്ലല്ല 18 വർഷമായി എറണാകുളം അതിരൂപത മെമ്പറാണ് നിങ്ങൾ തെളിയിക്കാൻ പറ്റും. ഇനി അടുത്ത വസ്തുത പറയാം. സീറോ മലബാർ സഭയിലാണെങ്കിലും കത്തോലിക്ക സഭയിലാണെങ്കിലും ഒരു വ്യക്തിക്ക് അദ്ദേഹം പറയാൻ സമ്മതിക്കണ്ടേ? അദ്ദേഹം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താങ്കൾ 18 വർഷമായി ആ രൂപതയുടെ ഭാഗം എന്ന് പറയുമ്പോൾ അത് തെളിയിക്കാൻ പറ്റുമോ എന്ന് വെല്ലുവിളിക്കുകയാണ്. താങ്കൾക്ക് തെളിവുണ്ടോ? അല്ല, കേൾക്ക് കാഞ്ഞൂക്കാരാ, നിങ്ങൾ കേൾക്ക്. ഇനി സീറോ മലബാർ സഭയിൽ നല്ല കത്തോലിക്ക സഭയിൽ ഒരു ഇടവകയിൽ അംഗമാകണമെങ്കിൽ ഇവിടെ ഒരു വർഷമോ 2 വർഷമോ ഇതിനു മുമ്പ് ഏത് ഇടവകയിലായിരുന്നോ നമ്മുടെ ഇടവക, അവിടെ നിന്ന് ഒന്ന് കേൾക്ക്, അവിടെ നിന്ന് അവിടുത്തെ ഇടവക വികാരിയച്ഛന്റെ കത്തും ഇവിടെ നമ്മൾ താമസിക്കുന്ന ഇടവക അതിർത്തിയിൽ നമ്മൾ ആ പള്ളിയുടെ ഭാഗമാണ് എന്ന രേഖയുണ്ടെങ്കിൽ ഒരു പാരീഷ് കൗൺസിലിന്റെ വികാരിയച്ഛന്റെ അംഗീകാരം വേണ്ട ഇടവക ചേരാൻ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്ത വസ്തുതയിലേക്ക് തനിക്ക് തോന്നുന്നതാണ് പാരീഷ് കൗൺസിലിന്റെയും ഇടവികാരിയുടെ അനുവാദം വേണം. താൻ ആരോഗ്യം എന്തുകൊണ്ടാണ് തന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തത്? ഒരിക്കലും വേണ്ട. എന്തുകൊണ്ട് റിജക്ട് ചെയ്തു? അതിന്റെ രേഖകൾ വേണം. പാരീഷ് കൗൺസിൽ കൂടിയല്ല ഒരാൾ ഇടവകയെടുക്കുന്നത്. അല്ല, പാരീഷ് കൗൺസിൽ കൂടിയല്ല ഒരാൾ ഇടവകയെടുക്കുന്നത്. നിങ്ങളത് പിൻവലിച്ചേ പറ്റൂ. അങ്ങനെ അതിരൂപതയുടെ നിയമസംഹിതയിൽ അതില്ല. ഏതെങ്കിലും വിമത വികാരി വന്നിട്ട് അയാൾ എന്തെങ്കിലും നുണ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇനി അടുത്ത വസ്തുവിലേക്ക് വരാം. ഇനി ഇവിടെ പറഞ്ഞു താങ്കൾ 18 വർഷമായി അതിരൂപതയുടെ ഭാഗമാണ് എന്ന് ജോമോൻ പറയുന്നു. താങ്കൾ എന്തായാലും ഈ അതിരൂപതയുടെ ഭാഗമല്ല എന്നൊരു വാദം റിജു കാഞ്ഞുകാരനും ഇപ്പോഴുള്ള മറ്റേ തർക്കങ്ങൾ അത് നമുക്ക് പിന്നീട് പരിഹരിക്കാം. നമ്മളിപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഒരു താൽക്കാലിക ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കിയതാണ്. അതിൽ റാഫേൽ തട്ടിലും ബോസ്കോ പുത്തൂരും ഉൾപ്പെടെയുള്ളവർ ഒപ്പുവെച്ചതാണ്. അതിനുശേഷം അത് അട്ടിമറിച്ച് ഈ നിലയിൽ പരസ്യമായി തല്ലിലേക്ക് പോകുന്ന വിധത്തിലേക്ക് എത്തിയ കാര്യങ്ങൾ എത്തണമെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ആ ഒത്തുതീർപ്പ് വ്യവസ്ഥ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു? അല്ല, കേട്ടുകൊട്ടുക. ഒത്തുതീർപ്പ് വ്യവസ്ഥ, സമവായം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ജൂൺ 9-ാം തീയതി സീറോ മലബാർ സഭ പുറത്തുവിടുവിച്ച മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം വന്നൊരു സർക്കുലർ ഉണ്ടായിരുന്നു. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ജൂലൈ 3-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും ഏകീകൃത കുർബാന, സീറോ മലബാർ സഭയ്ക്ക് അത് ഒരു സഭയാണ് ഒരു ലിറ്റർജി, ഒരു സഭ ഒരു ലിറ്റർജി. ഒരു സഭയിൽ പല ലിറ്റർജി മാർപ്പാപ്പ അനുവദിക്കില്ല. ഇവിടെ നിന്ന് പല മാന്യന്മാരും മാർപ്പാപ്പയെ ഇവിടെ പിതാക്കന്മാര് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ് പല ആൾക്കാരും മാർപ്പാപ്പയുടെ മുന്നിൽ പോയി നിന്നല്ലോ. ഇന്ന് വരെ ആ മുന്നിൽ പോയി സംസാരിച്ച വ്യക്തിയുടെ ഒരാളുടെ പോലും പിക്ചർ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇല്ല. അതവിടെ നിൽക്കട്ടെ. എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യം മാർപ്പാപ്പയെ പോയി അവതരിപ്പിച്ചു. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട. ഞാൻ പറഞ്ഞത് ആ സർക്കുലർ, അത് ജൂൺ 9-ലെ സർക്കുലർ അട്ടിമറിക്കാനായി. കാരണം ജൂലൈ 3-ന് കുർബാന ചെല്ലിയില്ലെങ്കിൽ എറണാകുളത്തെ വൈദികർ മുഴുവൻ സ്വമേധയാ സഭയ്ക്ക് പുറമെയാണെന്നുള്ളതാണ്. അപ്പോൾ സ്വമേധയാ കുർബാന ചെല്ലാതിരുന്നാൽ സഭയ്ക്ക് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ 10-15 പേര് കൂടി കാക്കനാട് മൗണ്ടിൽ പോയി ഇവിടെ വിശ്വാസികളെ മുഴുവൻ യഥാർത്ഥത്തിൽ കബളിപ്പിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞിറക്കിയ സർക്കുലർ. അപ്പോ മാർപ്പാപ്പയെ വരെ വഞ്ചിച്ചുകൊണ്ട് സഭാ നേതൃത്വത്തെ പിതാക്കന്മാരെ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് ആ സർക്കുലർ ആണ് അട്ടിമറി നടന്നത്. സമവായമല്ല അട്ടിമറി നടന്നത്. ആ സർക്കുലർ അട്ടിമറിച്ച് അതിനകത്ത് ഒപ്പിട്ടതാരാ? ഷൈജു ആന്റണി, പി ജെറാർഡ്,
ബാക്കിയുള്ള ഓരോരുത്തരെ ആലോചിച്ചാൽ ഇവരൊക്കെ യഥാർത്ഥത്തിൽ സീറോ മലബാർ സഭയില് ഇവിടെ ക്രിമിനൽസ് ആണ്. ക്രിമിനലുകളെ കൂട്ടിക്കൊണ്ട് ഒരു സമവായം ഉണ്ടാക്കിയാൽ ഈ സഭയ്ക്ക് എന്താ സർക്കുലറുണ്ട്. ആരൊക്കെയാണ് സൈൻ ചെയ്തത്? 15 പേര് ക്രിമിനൽ അല്ലാത്ത ആരാ ഉള്ളത്? ഞാനതിവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ശ്രീ റിജു നിങ്ങളെല്ലാം ശരി ശ്രീ റിജു, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഇവിടെ ഉണ്ടായി. പക്ഷേ അതിനുശേഷമാണല്ലോ മാർപ്പാപ്പയുടെ ഉത്തരവ് വരുന്നത്. മാർപ്പാപ്പ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കത്തയക്കുന്ന സാഹചര്യവും ഉണ്ടായല്ലോ. ഞാൻ പറയുന്നു ശ്രീ റിജു, നമ്മൾ കീഴ്ക്കോടതികളിൽ എന്തെങ്കിലും ഒരു തീർപ്പ്, ഒരു വിധി പ്രഖ്യാപനം വന്നിട്ട് മേൽക്കോടതിയിൽ അത് മറികടന്ന് മറ്റൊരു തീർപ്പ് വന്നാൽ പിന്നെ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ മേൽക്കോടതിയുടെ തീരുമാനമായല്ലോ എടുക്കുക. ഇവിടെ ഇപ്പോൾ മാർപ്പാപ്പയുടെ കത്ത് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിരൂപതയ്ക്ക് ലഭിച്ചാൽ പിന്നെ അതല്ലേ നടപ്പാക്കേണ്ടത്? അതല്ലേ അല്ലേ വിശ്വാസികൾ ഉൾപ്പെടെ പിന്തുടരേണ്ടത്? ഞാൻ അതിന് മറുപടി പറയാം. എനിക്ക് അബദ്ധം പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ജൂൺ 9-ാം തീയതിയിലത്തെ സർക്കുലറിന്റെ കാര്യമാണ് ജോമോൻ പറഞ്ഞത്. ജൂൺ 9. ജൂലൈ 1-ാം തീയതിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സമവായത്തിന്റെ സർക്കുലർ വന്നത്. മനസ്സിലാവുന്നു. അതിനുശേഷം വേറെ സർക്കുലർ ഒന്നും വന്നിട്ടില്ല. ജൂൺ 1-ലെ സർക്കുലർ ഇതുവരെയും പിൻവലിച്ചിട്ടുമില്ല. ജൂൺ 9-ന് ഇവർ പറയുന്നു ജൂലൈ 3-ന് ശേഷം ഞങ്ങൾ പറയുന്ന സാധനം ചെയ്തില്ലെങ്കിൽ എറണാകുളം അതിരൂപതയിലെ വൈദികരും അതിൽ പങ്കുകൊള്ളുന്ന അൽമായരും സഭയ്ക്ക് പുറത്താണ് എന്ന് പറയുന്നു. ഞങ്ങൾ അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് ആങ്കറായ രേണു അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ കൃത്യമായ ഒരു മറുപടി കൊടുത്തു. ഞങ്ങൾ ജൂലൈ 2 വരെ എങ്ങനെ കുർബാന അർപ്പിക്കുമോ അതുപോലെ തന്നെ ജൂലൈ 3-ന് ശേഷം കുർബാന അർപ്പിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ പുറത്താക്കാം. പക്ഷേ കുർബാനയാണ് പ്രശ്നമെങ്കിൽ ഞങ്ങളെ പുറത്താക്കിയാൽ ജൂലൈ 4-ന് ശേഷം എറണാകുളം അതിരൂപതയിലെ വൈദികരുടെ കാര്യത്തിലോ എറണാകുളം അതിരൂപതയുടെ പള്ളികളുടെ കാര്യത്തിലോ എറണാകുളം അതിരൂപതയുടെ സ്ഥാപനങ്ങളുടെ കാര്യത്തിലോ നിങ്ങൾ ഇടപെടരുത്. കാരണം നിങ്ങളെ ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞു. എറണാകുളം അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും പുറത്താക്കി കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവർക്ക് അതിന്റെ അപകടം മനസ്സിലായത്. ഇവർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചതും ചർച്ച നടത്തിയതും ചർച്ചയ്ക്ക് കൊണ്ടുപോയതും ചർച്ച കൊണ്ടുപോയി ധാരണയിലെത്തിയതും അതിനുശേഷം അതിൽ വത്തിക്കാനെ റെപ്രസെന്റ് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും സീറോ മലബാർ സഭാ സിനഡിനെ റെപ്രസെന്റ് ചെയ്ത് മേജർ ആർച്ച് ബിഷപ്പും സൈൻ ചെയ്തതും അതിനുശേഷം ഉണ്ടായതാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അത് അട്ടിമറിച്ചത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ ഇപ്പോഴും ഇതിൽ പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ പല സമയങ്ങളിലായി നടക്കുന്നുണ്ട്. പലപ്പോഴും വത്തിക്കാന്റെ ഇടപെടലും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടിയെടുക്കാമെന്ന് വത്തിക്കാനിൽ നിന്ന് കത്തുണ്ടായിരുന്നില്ലേ? അവരെ വേണമെങ്കിൽ പുറത്താക്കാം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അവരെ അവർക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായില്ല. അപ്പോൾ പല ആശയവിനിമയങ്ങൾ പല ഘട്ടത്തിലായി ഇതിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വത്തിക്കാന്റേതുൾപ്പെടെയുള്ള ഈ നിലപാട് ഈ വിഷയത്തിൽ എന്ന് പറയുന്നത് ഏകീകൃത കുർബാനയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പോലും തർക്കമില്ലല്ലോ. അല്ല, മറുപടി പറയാൻ ഞാൻ പറയുന്നത് വത്തിക്കാൻ ഏകീകൃത കുർബാന എന്ന് പറയുമ്പോഴും ഇവർ വത്തിക്കാൻ അംഗീകരിച്ച ടെക്സ്റ്റ് തിരുത്തി എന്നുള്ള കാര്യം വത്തിക്കാൻ ധരിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അത് ഞങ്ങൾ മെത്രാമാരോട് ചോദിക്കുന്നേ, മെത്രാമാരുടെ കമ്മീഷനോടും. നിങ്ങളുടെ പ്രതിനിധികൾ തന്നെ മാർപ്പാപ്പ അക്കാര്യം നേരിട്ട് ധരിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിയെടുത്താൽ പോരെ? ഞങ്ങൾക്ക് ധരിപ്പിക്കാൻ സാധിക്കില്ല. ഇവര് അതിനൊരു സ്ക്രീൻ വെച്ചിരിക്കുകയല്ലേ. കത്തോലിക്ക സഭയുടെ ഒരു ചട്ടക്കൂട്ടിനെ കുറിച്ച് ജോർജ് സാറിന് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. നമ്മളൊരു മെയിൽ അയച്ചാൽ, നമ്മളൊരാളെ കാണാൻ ശ്രമിച്ചാൽ അത് എവിടെ ബ്ലോക്ക് ചെയ്യപ്പെടണമെന്ന് കൃത്യമായി അവർക്കറിയാം. മാർപ്പാപ്പയിലേക്ക് എത്താത്ത രീതിയിൽ അതിന് കൃത്യമായി ബ്ലോക്ക് ചെയ്യാൻ അറിയാം. മാർപ്പാപ്പയുടെ വടിയും പെട്ടിയും പിടിക്കുന്ന ആളാണ് ഇപ്പൊ പിടിച്ച് കർത്താളാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആലോചിച്ച് നോക്കി, എന്തുമാത്രം ബന്ധങ്ങളും എന്തുമാത്രം സ്വാധീനവും ചെലുത്തുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇതിനേക്കാൾ മാന്യമായ ഡീലിങ്സ് ഉണ്ട്. അതിനേക്കാൾ മോശമായ രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു മെസ്സേജും ഞങ്ങൾക്ക് എതിരാവുന്ന ഒരു മെയിലും മാർപ്പാപ്പയിലേക്ക് എത്തരുത് എന്ന് കൃത്യമായി സ്ക്രീൻ ചെയ്യാൻ കൃത്യമായ ആളുകളുണ്ട്. ഇവിടെ എറണാകുളം അതിരൂപതയിൽ നിന്ന് അവസാനമായി കരിയൽ പിതാവും ആന്റണി നരികുളമായ മാർപ്പാപ്പയെ കണ്ടത്. മാർപ്പാപ്പയെ കണ്ടപ്പോൾ മാർപ്പാപ്പ കൃത്യമായി പറഞ്ഞു, എറണാകുളം അതിരൂപതയ്ക്ക് ഡിസ്പെൻസേഷൻ എടുക്കാം, ഡിസ്പെൻസേഷനുള്ള എല്ലാ അധികാരവും ഉണ്ട് എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഡിസ്പെൻസേഷൻ കൊടുത്തു. ആ ഡിസ്പെൻസേഷൻ 2 ദിവസത്തിനകം ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഓർഡിനറി കോൺഗ്രേഷൻ വഴി ആ ഡിസ്പെൻസേഷനെ ഇവർ സസ്പെൻഡ് ചെയ്തു.
അതാണ് സംഭവിച്ചത്. അതിനുശേഷം മാർപ്പാപ്പയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ധരിപ്പിക്കാൻ ഒരവസരവും എറണാകുളം അതിരൂപതയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ലഭിച്ചാലും അത് എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന് കൃത്യമായി ധാരണയോടുകൂടി തന്നെ ഓറിയന്റൽ കോൺഗ്രേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മാർപ്പാപ്പയിലേക്ക് എത്തണമെങ്കിൽ ഓറിയന്റൽ കോൺഗ്രേഷൻ വഴിയെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കൃത്യമായി നമ്മൾ ധരിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള നിസ്സഹായ അവസ്ഥ, മാർപ്പാപ്പയെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഉള്ള അവസരം ലഭിക്കാത്തതാണ് നിസ്സഹായ അവസ്ഥയെന്ന് പറയുന്നു അവർ. ഈ ജനാഭിമുഖ കുർബാന നടത്തണം എന്ന് ആവശ്യമുന്നയിക്കുന്നവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും പരാതികളും അതാണ്. നമുക്ക് തിരിച്ചെത്താം ചർച്ചയിലേക്ക് വീണ്ടും ഒരു വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജോർജ് പൊടിപ്പാറ, മാർപ്പാപ്പയിലേക്ക് എത്താനുള്ള വഴികൾ പൂർണ്ണമായും അടയ്ക്കുന്നു, അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ സഭാസ്ഥാനമായ കൂരിയയുടെ ചുമതല അത് ഏറ്റവും വിശ്വസ്തരിലേക്ക് എത്തുന്നു. ഏകീകൃത കുർബാന അർപ്പിക്കണം, അത് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിലേക്ക് ഭരണം ചുരുങ്ങുന്ന സാഹചര്യം. ബാക്കിയുള്ളവർക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാവുകയാണ്. അവർ നീതിക്ക് വേണ്ടി പോരാടാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് റിജു ചൂണ്ടിക്കാട്ടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം സഭയിൽ വിശ്വാസികൾക്കിടയിൽ ബലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി മനുഷ്യർ അത് സംരക്ഷിക്കാൻ തെരുവിലേറ്റുമുട്ടുകയാണ്. മതം മനുഷ്യന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഓരോ മതവും സമാധാനം ഉണ്ടാകണം എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ പക്ഷേ നടക്കുന്നത് മറിച്ചൊന്നാണ്. ഇതിനകത്തൊക്കെ വല്ലാത്ത ദുരഭിമാന പ്രശ്നം, അതായത് ഒരു വിഷയം, ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. ഈ ഇഷ്യൂവിൽ ഏകപക്ഷീയമായിട്ട് ജയിക്കണം, ഞങ്ങൾ ഭൂരിപക്ഷമാണ്, ഞങ്ങൾ മഹാഭൂരിപക്ഷമാണ്, അതുകൊണ്ട് തന്നെ ആ മഹാഭൂരിപക്ഷത്തിന്റെ ഇംഗിതങ്ങൾ മാത്രമേ ഈ സഭയിൽ നടക്കുള്ളൂ, ഈ സഭയിൽ ഇന്നോളം അങ്ങനെയും നടന്നിട്ടുള്ളൂ, അങ്ങനെ അല്ലാതൊന്ന് നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അത് എത്ര ശക്തിയുള്ളവരായാലും ശരി, സഭ എന്ന് പറയുന്നത് ഏകസഭയാണ്, ആ ഏകസഭ ഏകശിലാരൂപം പോലെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു വാശിയുണ്ട്. പക്ഷെ അവിടെ ഈ വാശി പിടിക്കുമ്പോൾ ഈ ഏകശിലാരൂപമായിട്ട് നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ എണ്ണം കൊണ്ട് നേരത്തെ റിജു പറഞ്ഞ പോലെ 35 രൂപതകളുണ്ട്. ബാക്കി 34 രൂപതകളും ഈ പറഞ്ഞ ഈ ഏകീകൃത കുർബാനയോടൊപ്പം നിൽക്കുന്നു, കൂരിയയുടെയും അതുപോലെ തന്നെ സീനഡിന്റെയും തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, മാർപ്പാപ്പയുടെ സർക്കുലറിനൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ പൗരസ്ത്യ തിരുസംഘത്തിന്റെ ശാസനകൾക്കൊപ്പം നിൽക്കുന്നു. ശരി, തത്വത്തിൽ അത് അംഗീകരിക്കാം. ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം അവർക്കാണ് എന്നുള്ളത് സമ്മതിക്കാം. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ചില രൂപതകളെങ്കിലും ഈ ഇതിനോട് ഇങ്ങനെ യോജിച്ചിരുന്നില്ല. ഇപ്പോഴും യോജിക്കാത്ത രൂപതകളും ജോർജ് പൊടിപ്പാറ, ഇവിടിപ്പോ ഇങ്ങനെ ഒരു ഏകീകൃത സ്വഭാവം ഇല്ല എന്ന് വന്നാൽ ഓരോ ആവശ്യങ്ങൾക്ക് തോന്നുന്ന പടി ഓരോ രൂപതകൾക്കും തീരുമാനമെടുക്കാം. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പ്രതിഷേധിക്കാം. അത് പരസ്യ പ്രതികരണത്തിലേക്കോ തല്ലിലേക്കോ ഇതുപോലെയുള്ള സംഘർഷങ്ങളിലേക്കോ കൊണ്ടെത്തിക്കാം, കാര്യം സാധിക്കാം എന്നൊരു നില വന്നാൽ അതും പ്രശ്നമല്ലേ? അല്ല, ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു നോർമൽ സർക്കംസ്റ്റാൻസസിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സഭ ഇതുവരെ പോയതുപോലെ എല്ലായിടത്തും ഈ സീറോ മലബാർ സഭയുടെ കീഴിലുള്ള മുഴുവൻ സഭാവിശ്വാസികൾ ഒരേ തരത്തിലുള്ള കുർബാന അർപ്പിക്കുന്നു, ഒരേ തരത്തിലുള്ള മറ്റു ശുശ്രൂഷകൾ, എല്ലാ ശുശ്രൂഷകളും ഏകമാന രൂപത്തിൽ നടക്കുന്നു. വെൽ ആൻഡ് ഗുഡ്, അതാണ് ഏറ്റവും അഭികാമ്യം, അതാണ് സംഭവിക്കുന്നത്. ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൊതുസമക്ഷത്തേക്ക് വെക്കാവുന്ന ഏറ്റവും അഭികാമ്യമായ മാതൃകയും അതാണ് രേണുക, അതിലൊരു സംശയമില്ല. അതാണ് ഏറ്റവും സ്വാഗതം ചെയ്യപ്പെടാൻ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? അത് നടപ്പാക്കാൻ സഭയുടെ ഈ ശാസനങ്ങൾക്ക് കഴിയുന്നില്ല. അവർ എത്രയെല്ലാം സർക്കുലർ കൊണ്ടുവന്നാലും, മാർപ്പാപ്പയുടെ കൽപ്പന കൊണ്ടാലും, പൗരസ്ത്യ തിരുസംഘം വന്നാലും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സഭയുടെ മറ്റ് ഇന്ത്യയിലെ ചുമതലക്കാരായ മാർപ്പാപ്പയുടെ പ്രതിനിധി വന്നിട്ട് ഒന്നും ഈ പ്രശ്നം തീരുന്നില്ല. നിലവിലുണ്ടായിരുന്ന മേജർ ആർച്ച് ബിഷപ്പിനെ മാറ്റി പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ സമവായത്തിന് കഴിയുമെന്ന് കരുതിയ മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായിട്ട് വരുന്നു. അദ്ദേഹം വന്നിട്ടും ചർച്ചകൾ നടക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പൊ രേണുക പറഞ്ഞ ആ പോയിന്റിന് നമുക്കത് പ്രസക്തമായി കാണാൻ പറ്റില്ല. കാരണം സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാട് അഡമന്റ് ആണ്. അഡമന്റ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 95% അല്ലെങ്കിൽ അതിലപ്പുറം വിശ്വാസികളും അതിലപ്പുറം വൈദികരും
അതിലപ്പുറം സഭയുടെ ചുമതല വഹിക്കുന്നവരും ആ അങ്കമാലി എറണാകുളം അതിരൂപതയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ചുമതലക്കാരെല്ലാവരും ഈ ജനാഭിമുഖ കുർബാനയോടൊപ്പം നിൽക്കുന്നു. അത് വിട്ടുള്ള ഒന്നിനും ഒരു വഴക്കത്തിനും അവർ തയ്യാറല്ല. ഇവിടെ വേണമെങ്കിൽ ഒരു വിട്ടുവീഴ്ച, നമ്മളൊക്കെ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഒരു പള്ളിയിൽ പല കുർബാനകളും നടക്കുന്നുണ്ട്. 2-3 കുർബാന പ്രധാന പള്ളികളിലൊക്കെ ചില ഞായറാഴ്ചകളിലോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ 1-2 കുർബാനകളും നടക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ ഇട ദിവസങ്ങളിലെ കുർബാന അത്ര കമ്പൽസറി അല്ല, ഞായറാഴ്ചകളിലെ കുർബാനയാണ് കടമുള്ളതായിട്ട് കാണുന്നത്, അന്ന് കുർബാന കാണണമെന്നാണ്. അങ്ങനെ വേണമെങ്കിൽ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കത്തിന് തയ്യാറാണെങ്കിൽ ഈ രണ്ടാമത്തെ കുർബാന, 2 കുർബാന ഈ പറഞ്ഞ മഹാഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ ജനാഭിമുഖമായിട്ടും, ഒരു കുർബാന അതിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് മറ്റേ സഭയുടെ മെയിൻ സ്ട്രീമിലുള്ള രീതിയിൽ ആൾത്താരാഭിമുഖ ശുശ്രൂഷ വേണമെങ്കിൽ അത് നടത്തുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ, അല്ലാതെ വെട്ടും കുത്തും ചവിട്ടും തൊഴിയും അടിയും കുത്തും കേസും കൂട്ടമായിട്ട് ഇത് എത്ര കാലം പോകാൻ പറ്റും? ഒന്നുകിൽ പിരിഞ്ഞു മാറുക, ജനത്തിന്റെ മുമ്പിൽ സഭയെ നാണം കെടാത്ത രീതിയിൽ മറ്റു വിശ്വാസികൾക്ക് ഈ സഭയെ പൊതുസമക്ഷത്തിൽ ഇവർക്ക് എന്തിന്റെ സൂക്കേടാണ്, അല്ലെങ്കിൽ എന്താണ് ഇവർ പറയുന്നത് എന്ന് ജനം തോന്നുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്നു. കുർബാന എന്ന് പറയുന്നത് എന്താ പറയാ ഏറ്റവും വലിയ ആരാധനയായിട്ടും കണക്കാക്കുന്നു. തീർച്ചയായും ശ്രീ ജോമോൻ, അത്തരമൊരു വിട്ടുവീഴ്ച ഇല്ലെങ്കിൽ സഭ പിളർന്നു പോകട്ടെ, അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ അവർ എവിടെയെങ്കിലും പോകട്ടെ എന്നൊരു നിലപാടെടുക്കുന്നത് ആണ് ഈ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. നോക്കൂ, ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കുക. ഇപ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കുന്ന ദേവാലയങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള രീതി തുടരാവുന്നതാണ്. അങ്ങനെ ഒരു രീതി തുടർന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ തയ്യാറുമാണ് എല്ലാ വിഭാഗവും, സമാധാനം പുലരുകയും ചെയ്യുന്നു. അപ്പോൾ സമാധാനമായി വിശ്വാസികൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കേണ്ടുന്നതിന്റെ ഉത്തരവാദിത്വം കൂടുതൽ ആർക്കാണ്? അതിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർക്കാണ്. അതിലേക്ക് നയിക്കാതെ നിങ്ങൾ പിരിഞ്ഞു പൊയ്ക്കോളൂ, നിങ്ങൾ അനാഥ, നിങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ആട്ടിയിറക്കുന്ന സമീപനം സ്വീകരിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഇപ്പോൾ 4 വൈദികരെ പുറത്താക്കിയതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ 21 പേർ ഇന്ന് പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുക്കാനുള്ള പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട് രേണുക, അതായത് ഇത് പ്രശ്നങ്ങളുടെ പരിഹാരമല്ല, ഇത് പ്രശ്നങ്ങളുടെ തുടക്കത്തിലേക്കാണ് വഴിവെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ ഒരു കുർബാന സിനഡ് കുർബാന അല്ലെങ്കിൽ ഏകീകൃത കുർബാന, ബാക്കിയുള്ള കുർബാനകൾ ജനാഭിമുഖ കുർബാന എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇടവകയിൽ സമാധാനത്തോടെ സ്നേഹത്തോടെ വർത്തിക്കേണ്ട വിശ്വാസികളെ 2 തട്ടുകളിലാക്കുന്ന രീതിയാണ് അവിടെ കൊണ്ടുവരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത്? അത് വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഓരോ ആശയങ്ങളും ഓരോ കാര്യങ്ങളും ഇത് ഭിന്നത, അല്ല അതല്ല, അവിടെയാണ് നമ്മൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവരാദ്യം പറഞ്ഞു 50 വർഷമായിട്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ 50 വർഷത്തിന് മുമ്പ് സഭയ്ക്കൊരു പാരമ്പര്യവും സഭയ്ക്കൊരു കുർബാന ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഇത് തിരിച്ചു കൊണ്ടുവരണം, ഒരു സഭയ്ക്കൊരു ലിറ്റർജി മതി എന്ന രീതിയിലേക്ക് വന്നുകൊണ്ട് 34 രൂപതകളും, ഇവിടെ ജോർജ് പൊടിപാറ സാറ് പറഞ്ഞ 1-2 കാര്യങ്ങളോടുള്ള വിയോജിപ്പ് ഞാൻ പറയാം. ആദ്യം സാർ ഇവിടെ വ്യക്തമായിട്ട് ഹൃദയത്തോട് ചേർത്ത് അല്ലാതെ പറഞ്ഞേ ഹൃദയത്തോട് ചേർത്ത് നിർത്തി കുർബാന വെറുതെ പറയുന്നതാ. ഇവര് പറയുന്നത് 95%. ഒരിക്കലും അല്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇവരുടെ ഓരോ സമ്മേളനങ്ങൾക്കും ഇവർ അങ്ങനെ വരുന്നവര് അങ്ങനെ വരുന്നവര് പിന്നെ പോകാൻ പറഞ്ഞതല്ല, ഇവരാണ് പറഞ്ഞത് അതിന് തയ്യാറാകാതെ ഞങ്ങൾ തെരുവിൽ നേരിട്ട് കൊള്ളാം എന്ന ഒരു സമീപനം, ഞങ്ങൾ ആൾബലത്തിൽ സമീപനമെടുക്കുന്നത് രക്തച്ചൊരിച്ചിലുകൾക്ക് ഇടവക്കില്ലേ, അങ്ങനെ വിശ്വാസികളെ ഇളക്കിവിടാത്ത സമീപനം സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇന്നേ വരെ ഇപ്പൊ 1 വർഷം കഴിഞ്ഞ് മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റിട്ട്
ഈ സമവായത്തിന് പോയി ചർച്ച നടത്തിയതല്ലാതെ ഒരു വർഷത്തിനിടയ്ക്ക് ഈ രൂപത അനുഭവിക്കുന്ന വേദന എന്താണ്, മക്കളെ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ രൂപതയിലെ വൈദികരെ കാണാനോ വിശ്വാസികളെ കാണാനോ ഇവിടത്തെ മേജർ ആർച്ച് ബിഷപ്പ്, എറണാകുളത്തിന്റെ മെത്രാപ്പോലീത്ത എന്ന് പറയുന്ന റാഫേൽ തട്ടിൽ ഒരു വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ തുറന്നു പറയേണ്ടി വരികയാണ്. ഞങ്ങൾക്ക് നാണമാകാണ്. ഞങ്ങളുടെ മെത്രാപ്പോലീത്ത എന്ന് പറയുന്ന ആൾ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് എത്ര ദൂരം നടക്കാനും പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എക്സ്ട്രാ ദൂരം നടക്കാൻ ഞാൻ തയ്യാറാണ്. എക്സ്ട്രാ ദൂരം പോയിട്ട് ഇപ്പോൾ നടത്തി വരുന്ന സമരം തുടരാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? ആ രീതിയിൽ ഈ നിലയിൽ തുടരാൻ തന്നെയാണോ? ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണ്. ഞങ്ങൾ ചർച്ചകൾ വിളിക്കുന്നില്ലല്ലോ. ഇവർ എറണാകുളം അതിരൂപതയുടെ കാര്യം തീരുമാനിക്കാൻ കൂടിയ മീറ്റിംഗ്, സിനഡ് മീറ്റിംഗ്, എറണാകുളം ഒരു 6 മണിയോടെ മാത്രം കൂടിയാലും തീരുമാനിച്ചാൽ വത്തിക്കാനിൽ കൂടിയ മീറ്റിംഗ്, ഇതിലൊന്നും എറണാകുളത്തെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ പോലും ഇല്ല. ഞാൻ 2 തർക്കങ്ങൾ നടക്കുന്നു. എറണാകുളത്തിന്റെ വിഷയം ചർച്ച ചെയ്യാണ്. എറണാകുളത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ല ഇതില്. എറണാകുളത്തിനെതിരെ സംസാരിക്കാനാണ് ബാക്കി എല്ലാവരും. പിന്നെ എങ്ങനെയാണ് ഏകപക്ഷീയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് അൽമായക്കാരുടെ ഏറ്റവും വലിയ പരാതി. നോക്കാം നമുക്ക്. എന്തായാലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ജനാഭിമുഖ കുർബാന നടത്തണം എന്ന് ആവശ്യപ്പെടുന്നവർ പറയുന്നു. അവർ അതിന് സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ചർച്ചകൾ ഉണ്ടാകട്ടെ, പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ.